ഇബ്രാഹിം നബി തന്നെയാണ് വിഗ്രഹം നശിപ്പിച്ചതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. വലിയ തീയിൽ അവർ അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാനായി തീരുമാനിച്ചു. എന്നിട്ട് അവർ ശേഖരിച്ച എല്ലാ വിറകുകളും അതിൽ നിക്ഷേപിച്ചു. അങ്ങനെ തീ ഭയാനകമായി പടർന്നു പിടിച്ചു. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം തീ വളർന്നു. ആർക്കും അതിനോട് അടുക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷികൾ പോലും അതിനു മുകളിൽ പറക്കാൻ കഴിയാത്ത അത്ര ഉയരം. ബാബിലോണിലെ ഈ വലിയ തീപിടുത്തത്തെക്കുറിച്ച് പലരും കേട്ടു. ഈ പ്രതിഭാസം കാണാൻ അവർ നഗരത്തിലേക്ക് ചെന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൈയും കാലും കെട്ടിയിട്ട് ഒരു കവണയിൽ കയറ്റി നിർത്തി അദ്ദേഹത്തെ തീയിലേക്കെറിഞ്ഞു. പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? തന്നെ തീയിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നീട് സംഭവിച്ചത് അത്ഭുതമായിരുന്നു. അദ്ദേഹം തീയിൽ ചെന്ന് വീണപ്പോൾ തണുപ്പാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹത്തെ കെട്ടിയിട്ടിരുന്ന കയറല്ലാതെ മറ്റൊന്നും കത്തിയില്ല. ഒരു ഉദ്യാനത്തിലിരിക്കുന്ന പോലെ തീയിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ അദ്ദേഹം സ്തുതിച്ചു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാൻ സാധിച്ചില്ല. അതിനാൽ അവർ തീ അണയുന്നവരെ കാത്തിരുന്നു. തീ കെട്ടടങ്ങിയപ്പോൾ പ്രവാചകൻ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ തീയിൽ നിന്നും പുറത്തു വന്നു. അത് കണ്ടപ്പോൾ അത്ഭുതത്തോടെ അവർ പ്രവാചകനെ നോക്കി നിന്നു. ഇത് ശരിക്കും അത്ഭുതമാണ്. ഇബ്രാഹീമിൻ്റെ ദൈവം സത്യം തന്നെയാണ്, ജനങ്ങളിൽ ചിലർ പറഞ്ഞു. എങ്കിലും ഭൂരിഭാഗം ആളുകളും വിഗ്രഹങ്ങൾ നശിപ്പിച്ചതിനാൽ നബിയോട് ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു. അവർ അദ്ദേഹത്തെ നമ്രൂദ് രാജാവിൻ്റെ സദസ്സിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് കൊട്ടാരത്തിലെത്തിച്ചത്. നമ്രൂദ് രാജാവ് പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നശിപ്പിച്ചതെന്തിന്? പ്രവാചകൻ പറഞ്ഞു, അവർ ദൈവമല്ല, വെറും കൽപ്രതിമകളാണ്. ആരാണ് യഥാർത്ഥ ദൈവമെന്ന് നമ്രൂദ് ചോദിച്ചു. പ്രവാചകൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഏക സത്യദൈവം അല്ലാഹു മാത്രമാണ്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുവാനും സംഹരിക്കുവാനുമുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണുള്ളത്. രാജാവ് പ്രവാചകന്റെ വാക്കുകൾ കേട്ട് കോപാകുലനായി. അവൻ കോപത്തോടെ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു, ജീവനും മരണവും എനിക്ക് നൽകാൻ കഴിയും. നിന്നെ ഞാനത് കാണിക്കാം. രണ്ടുപേരെ കോടതി മുറിയിലെത്തിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചു. അതിൽ ആദ്യത്തവനെ കൊല്ലുവാൻ നമ്രൂദ് ആവശ്യപ്പെട്ടു. ഒരു ഭടൻ വാളെടുത്ത് ഒരടിമയെ കൊന്നു. നോക്ക്, ജീവനെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അവൻ അടുത്ത അടിമയെയും കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. ഭടൻ വാളെടുത്ത് വീശുന്നതിന് തൊട്ടുമുമ്പ് രാജാവ് കൽപ്പിച്ചു, അവനെ കൊല്ലരുത്, അവൻ ജീവിക്കണം. എന്നിട്ട് നമ്രൂദ് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, കണ്ടോ, എനിക്ക് ജീവിപ്പിക്കുവാനും കഴിവുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? നമ്രൂദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന് ഇബ്രാഹിം നബിയോട് വൈരാഗ്യമുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് അല്ലാഹുവിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു. ബാബിലോണിലെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമൊഴികെ ആരും തന്നെ ഇബ്രാഹിം നബിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നില്ല. ആ സ്ത്രീയുടെ പേര് സാറ എന്നും പുരുഷന്റെ പേര് ലൂത്ത് എന്നുമായിരുന്നു. ലൂത്ത് പിന്നീട് പ്രവാചകനായിത്തീർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ വാക്കുകൾ ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിപ്പാർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മറ്റൊരു ജനതയിൽ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പ്രവാചകൻ തൻ്റെ പിതാവിനോട് ഇസ്ലാമിലേക്ക് ചേരാൻ അപേക്ഷിച്ചു. എന്നാൽ അയാൾ അത് നിരസിച്ചു.
പ്രവാചകനും സാറയും ലൂത്ത് നബിയും ഒരു നീണ്ട യാത്ര ആരംഭിച്ചു. സിറിയ, പലസ്തീൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. ജനങ്ങളോട് അള്ളാഹുവിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ പ്രവാചകനായ ലൂത്ത് നബി അലൈഹിസ്സലാം ചാവുകടൽ തീരത്തേക്ക് കുടിയേറി അവിടെ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറയെ വിവാഹം ചെയ്തു. അവൾ നല്ലൊരു വിശ്വാസിയായിരുന്നു. പ്രവാചകനും ഭാര്യയും മരുഭൂമിയിൽ കുറേ നാൾ യാത്ര ചെയ്തു. ഒരു ദിവസം അവർ ഒരു ദുഷ്ടനായ രാജാവിൻ്റെ രാജ്യത്ത് പ്രവേശിക്കാനിടയായി. ദുഷ്ടനായ രാജാവ് പ്രവാചകന്റെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ചറിഞ്ഞു. രാജാവ് പ്രവാചകനെ തന്റെ മുമ്പിൽ ഹാജരാക്കാൻ ഒരു ഭടനെ അയച്ചു. രാജാവിന്റെ മുമ്പിൽ പ്രവാചകനെ കൊണ്ടുവന്നു. നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ ആരാണ്? രാജാവ് ചോദിച്ചു. പ്രവാചകൻ തന്റെ സഹോദരിയാണെന്ന് മറുപടി പറഞ്ഞു. സാറയെ രാജസദസ്സിൽ കൊണ്ടുവരാൻ ദുഷ്ടനായ രാജാവ് പ്രവാചകനോട് കൽപ്പിച്ചു. അവരെ പരിചയപ്പെടാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് രാജാവ് പറഞ്ഞു. പ്രവാചകൻ തന്റെ ഭാര്യയോട് പോയി പറഞ്ഞു, രാജാവ് നിന്നെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നീ എന്റെ ഭാര്യയാണെന്ന് പറയരുത്. നീ എന്റെ സഹോദരിയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സാറ രാജാവിന്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് അവളുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു. അദ്ദേഹം സാറയെ പിടിക്കാനായി ശ്രമിച്ചു. എന്നാൽ സാറയുടെ അടുത്തെത്തിയതും രാജാവിന്റെ കൈ അനക്കാൻ സാധിച്ചില്ല. ദുഷ്ടനായ രാജാവ് ഭയപ്പെട്ടു. അവൻ അപേക്ഷിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും ഒരു ദ്രോഹവും വരുത്തുകയില്ല. സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു. പക്ഷേ വീണ്ടും സാറയെ കയറിപ്പിടിക്കാൻ രാജാവ് മുതിർന്നു. അവന്റെ കൈകൾ വീണ്ടും അനങ്ങാതെയായി. ദുഷ്ടനായ രാജാവ് വീണ്ടും സാറയോട് അപേക്ഷിച്ചു, വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു. സാറ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൻ സാറയ്ക്കൊരു സമ്മാനം നൽകി. അവൻ തന്റെ ദാസിമാരിൽ ഹാജറ എന്നു പേരുള്ള ഒരു അടിമയെ സാറയ്ക്ക് നൽകി. അതിനുശേഷം അവളെ വീട്ടിലേക്ക് അയച്ചു. സാറ തിരിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി കാര്യങ്ങൾ അന്വേഷിച്ചു. ആ ദുഷ്ടനായ രാജാവിനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിച്ചു. അവനെക്കൊണ്ട് അവന്റെ ദാസിയെ എനിക്ക് സമ്മാനമായി നൽകിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബിയുടെ മുടി നരച്ചു തുടങ്ങി. അപ്പോഴും ഇബ്രാഹിം നബി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. സാറയ്ക്കും പ്രായമായി. ഇനി തനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടുതന്നെ അടിമയായ ഹാജറയെ വിവാഹം കഴിക്കാൻ സാറ ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെട്ടു. അവൾക്ക് ഒരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ഹാജറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവന് ഇസ്മായിൽ എന്നു പേരിട്ടു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരിക്കൽ ഇബ്രാഹിം നബി ഞെട്ടി ഉണർന്നു. അള്ളാഹുവിനു വേണ്ടി എന്തോ ചെയ്യേണ്ടതായി ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഹാജറയുടെ അടുത്തു ചെന്ന് പറഞ്ഞു, ഒരു യാത്ര പോകേണ്ടതുണ്ട്. ഇസ്മായിലിനെ കൂട്ടി തയ്യാറായി നിൽക്കൂ. ഇബ്രാഹിം നബിയും ഭാര്യയും കുട്ടിയായ ഇസ്മായിലും ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെട്ടു. ഒരുപാട് ദിവസം അവർ സഞ്ചരിച്ചു. ഒടുവിൽ ഒരു വരണ്ട മരുഭൂമിയായ മർവ പർവ്വതത്തിൻ്റെ താഴ്വാരത്തെത്തി. അവിടെ പഴങ്ങളോ മരങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരുന്നു. ജീവന്റെ ഒരു അടയാളം പോലുമില്ലാത്ത ഒരു താഴ്വരയായിരുന്നു അത്. അവിടെ വച്ച് ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി. അവർക്ക് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല.
അവർ വീണ്ടും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഒടുവിൽ അവർക്ക് മനസ്സിലായി, ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അദ്ദേഹം ചെയ്യുന്നത്. അവർ വീണ്ടും വിളിച്ചു ചോദിച്ചു, അല്ലാഹു ചെയ്യാൻ പറഞ്ഞിട്ടാണോ? അദ്ദേഹം തല കുലുക്കുക മാത്രം ചെയ്തു. എന്നിട്ട് നടന്നകന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമില്ല, അല്ലാഹു ഞങ്ങളെ സംരക്ഷിക്കും. തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കാൻ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹാജറയും കുഞ്ഞ് ഇസ്മായിലും ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. ഓ നോ, എന്തിനാണ് ഇബ്രാഹിം നബി അങ്ങനെ ചെയ്തത്? എന്തിനാണെന്ന് പറ ബാബ. അള്ളാഹു കൽപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ എന്തുണ്ടായി ബാബ? ബാക്കി കഥ നിനക്ക് നാളെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ബാബ. കിടക്കുന്നതിന് മുമ്പ് നിന്നോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നീ റെഡിയാണോ? ചോദിച്ചോളൂ. എങ്കിൽ പറയൂ, എന്തിനാണ് ഇബ്രാഹിം നബിയെ ആളുകൾ തീയിലേക്ക് എറിഞ്ഞത്? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ, അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ ഉടച്ചതുകൊണ്ട്. ഓപ്ഷൻ ബി, വിഗ്രഹങ്ങൾ കട്ടെടുത്തതുകൊണ്ട്. ഓപ്ഷൻ സി, വിഗ്രഹങ്ങൾ കത്തിച്ചതുകൊണ്ട്. അത് വളരെ എളുപ്പമാണ്. ആളുകൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ തകർത്തതുകൊണ്ടാണ് പ്രവാചകനെ തീയിലിട്ടത്. മാഷാ അല്ലാ, അത് ശരിയാണ്. താങ്ക് യു ബാബ. പ്രവാചകൻ നമ്രൂദിനെ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഉയർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ബാബിലോണിൽ നിന്നും നബിയുടെ കൂടെ ആരൊക്കെയാണ് പോയത്? ലൂത്ത് എന്ന് പേരുള്ള മനുഷ്യനും സാറ എന്ന് പേരുള്ള വിശ്വാസിയും കൂടെയുണ്ടായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ്. പ്രവാചകന്റെ ആദ്യത്തെ മകന്റെ പേരെന്തായിരുന്നു? അത് ഇസ്മായിൽ അലൈഹിസ്സലാം. മാഷാ അല്ലാ, അതും ശരിയാണ്. ഇന്നത്തേക്കിനി ഇത്രയും മതി. ഈ കഥയുടെ ബാക്കി നമുക്ക് നാളെ പറയാം. ഗുഡ് നൈറ്റ് അമീർ. ഓക്കെ, ബൈ.